ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് നല്ലൊരു ഹോട്ടൽ സ്റ്റൈലിലുള്ള അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം എൻ്റെ അടുത്ത് മൺചട്ടി ഇപ്പോൾ ഇല്ല, പൊട്ടിപ്പോയി. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നതിൻ്റെ ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവ നല്ലോണം പൊട്ടിയതിൻ്റെ ശേഷം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി നല്ലോണം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ സവാള ഒരു 3 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മീഡിയം സൈസ് സവാള 3 എണ്ണമാണ് കേട്ടോ. സവാള ഇട്ടിട്ട് നല്ലോണം നല്ല വാടണം കേട്ടോ, നല്ല വഴണ്ടി വരട്ടെ. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെ പോണ്, കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ പോണ്. കുറച്ച് സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ്. അത് കാരണം കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സവാള നല്ലോണം വഴണ്ടി വരണം കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 4 പച്ചമുളക് നടുവായിട്ട് കീറിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സവാള നിറമൊക്കെ മാറി ഒരു തരം കളറായി വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു ഞാൻ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയാണ് കേട്ടോ അത് നിൽക്കണത്. ഇതാ ഉമ്മ നിൽക്കണത്. നമ്മളെ ചിന്നുവാണിത്. ചിന്നു ഗർഭിണിയാണ് കേട്ടോ, നോക്കണുണ്ടോ? പിന്നെ ഉമ്മ ഇങ്ങനെ ചിന്നുവിനെ നോക്കിയിട്ട് നിൽക്കുകയാണ്, കണ്ടോ? ഉമ്മ ചിന്നുവിനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. മസാലപ്പൊടി ഇടുമ്പോൾ തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ. 2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ആ പച്ച സ്മെല്ലൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിവിടെ വാളൻപുളി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ളൊരു വാളൻപുളി വെള്ളത്തിലിട്ടിട്ട് ആ പുളി പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം. ഉപ്പ് പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട്, കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. തക്കാളി ഇതൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മളെ കറി ഇതവിടെ തക്കാളി ഇതൊക്കെ വെന്ത്, ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാതും വെന്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അയില, അത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ച അയില നമുക്ക് ഇതിലേക്ക് ഇടാം.
നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും അടിപൊളിയാണ്. നല്ല സ്വാദിഷ്ടമായ അയിലക്കറി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഷെയർ ചെയ്യൂ കേട്ടോ എല്ലാവർക്കും. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണേ. അപ്പോൾ മീൻ ഇട്ടിട്ടുണ്ട്. മീൻ നല്ലോണം വേവട്ടെ. അപ്പോൾ നമ്മളെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഉള്ളി വാട്ടിയതൊക്കെ വെളിച്ചെണ്ണ ആയിട്ട് തന്നെയാണ്. എന്നാലും ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒരു പച്ച സ്മെല്ല് ഉണ്ടാവില്ല, അത് നല്ല ഇതാണ്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അടിപൊളി കറിയാണ് കേട്ടോ. നമ്മളെ തട്ടുകടയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന കറിയാണ്. നിങ്ങളിത് ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ എൻ്റെ ഇതൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ അസ്സലാമു അലൈക്കും.